കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ഇംഗ്ലീഷ് ഇതിഹാസം വെയിൻ റൂണി നെയ്മറിനെ പറ്റി ഒരു കോട്ട് പറഞ്ഞത്. നെയ്മർ ഒരു ടോപ്പ് പ്ലെയർ അല്ല എന്നുള്ള രീതിയിൽ. നെയ്മറിനെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ നെയ്മർ ഒരു ടോപ്പ് ലെവൽ പ്ലെയർ അല്ല. അതാണ് പുള്ളിക്കാരൻ പറഞ്ഞ കോട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെയ്മർ വേഴ്സസ് വെയിൻ റൂണി കമ്പാരിസൺ ആണ്. അപ്പോൾ വെയിൻ റൂണിയുടെ കരിയർ എടുത്തു നോക്കിയാൽ 2002 മുതൽ 2021 വരെയാണ് ആ ഒരു കരിയർ ഉള്ളത്. നെയ്മറിന്റെ 2009 പ്രൊഫഷണൽ സീനിയർ കരിയർ ആരംഭിക്കുന്നത് ഇപ്പോൾ നിലവിൽ ഇതുവരെ. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ ക്ലബ്ബുകൾക്ക് രാജ്യത്തിന് വേണ്ടിയിട്ട് നെയ്മർ 720 കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. വെയിൻ റൂണി 760 കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോൾസ് നോക്കിയാൽ നെയ്മർ 440 മുകളിൽ ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. വെയിൻ റൂണി 366 ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. പിന്നെ അസിസ്റ്റ് നോക്കിയാൽ നെയ്മർ 280 ആണ്. 280 പ്ലസ് അസിസ്റ്റ് ആണ്. വെയിൻ റൂണി 145 അസിസ്റ്റ് ആണുള്ളത്. പിന്നെ ഗോൾ കോൺട്രിബ്യൂഷൻ നെയ്മറിന് 720 പ്ലസ് ഗോൾ കോൺട്രിബ്യൂഷൻ, അതായത് 720 മത്സരങ്ങളിൽ നിന്ന് 720 പ്ലസ് ഗോൾ കോൺട്രിബ്യൂഷൻ ആണ്. അതുപോലെ തന്നെ വെയിൻ റൂണിക്ക് 510 പ്ലസ് ഗോൾ കോൺട്രിബ്യൂഷൻ ഉള്ളൂ. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗോൾസ് ആയാലും അസിസ്റ്റ് ആയാലും ഗോൾ കോൺട്രിബ്യൂഷൻ ആയാലും ഇനിയിപ്പോൾ ഗോൾ പെർ ഗെയിം ആയാലും നെയ്മർ തന്നെയാണ് ബെറ്റർ ആയിട്ട് നിൽക്കണം എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇന്റർനാഷണൽ കരിയർ എടുത്ത് നോക്കിയാലും നെയ്മർ ഏകദേശം 128 മത്സരങ്ങളാണ് ടീമിന് വേണ്ടി കളിച്ചിട്ടുള്ളത്. വെയിൻ റൂണി 120 മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിൽ ഗോൾസ് എടുത്ത് നോക്കിയെങ്കിൽ നെയ്മർ 79 ഗോൾ അടിച്ചിട്ടുണ്ട്. നമ്മുടെ ബ്രസീലിന്റെ ആൾ ടൈം ടോപ്പ് സ്കോറാണ്. വെയിൻ റൂണി 53 ഗോളാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. പുള്ളിക്കാരെല്ലാ സമയത്ത് ഇംഗ്ലണ്ടിന്റെ ടോപ്പ് സ്കോർ ആയിരുന്നു. നിലവിൽ ആദ്യ റെക്കോർഡ് ഹാരി കെയ്ൻ ഇപ്പോൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നിലവിൽ കെയ്നാണ് ഇംഗ്ലണ്ടിന്റെ ടോപ്പ് സ്കോർ. പിന്നെ അസിസ്റ്റിന്റെ കാര്യം എടുത്ത് നോക്കിയാലും നെയ്മർ തന്നെയാണ് അതിൽ മുമ്പിൽ നിൽക്കുന്നത്. ഓക്കെ, പിന്നെ ടോട്ടൽ ട്രോഫീസ് കാര്യങ്ങൾ എടുത്ത് നോക്കിയെങ്കിൽ നെയ്മറിന് 30 മേജർ ട്രോഫികളുണ്ട്. അതുപോലെ തന്നെ വെയിൻ റൂണിക്ക് ആകെ 16 ട്രോഫി ഉള്ളൂ. അതായത് നെയ്മർ അടിച്ചതിന്റെ പകുതി ട്രോഫി ഉള്ളൂ വെയിൻ റൂണിക്ക് ഉള്ളൂ. പിന്നെ UCL സ്റ്റാറ്റ്സ് നമ്മൾ എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ നെയ്മർ 80 മുകളിൽ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. വെയിൻ റൂണി 85 മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. നെയ്മർ 43 ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. റൂണി 30 ഗോൾ മാത്രമാണ് സ്കോർ ചെയ്തത്. പിന്നെ അസിസ്റ്റ് നോക്കുകയാണെങ്കിൽ നെയ്മർ 33 അസിസ്റ്റ് ഉണ്ട്, റൂണി 20 അസിസ്റ്റ് ഉള്ളൂ. പിന്നെ ഗോൾ കോൺട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ നെയ്മറിന് ഏകദേശം 73 ഗോൾ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതുപോലെ തന്നെ റൂണിക്ക് 50 ഗോൾ കോൺട്രിബ്യൂഷൻ ആണ് ഉള്ളത്. 73 അല്ല, 43 33 വരുമ്പോൾ എത്ര 43 33 ആകുമ്പോൾ 53 63 73 76 ഗോൾ കോൺട്രിബ്യൂഷന്, റൂണിക്ക് 50 ഗോൾ കോൺട്രിബ്യൂഷൻ. ഇനി ഗോൾ പെർ ഗെയിം ഒക്കെ നോക്കിയാലും നെയ്മറാണ് ബെറ്റർ. പിന്നെ UCL ടൈറ്റിൽ രണ്ടുപേർക്കും ഓരോ ടൈറ്റിൽ വീതമാണ് നേടിയിട്ടുള്ളത്. നെയ്മർ 2014-15, വെയിൻ റൂണി 2007-8 സീസണിൽ. പിന്നെ UCL ബെസ്റ്റ് സീസൺ നോക്കിയാൽ നെയ്മറിന്റെ 14-15 അന്ന് ഒരു 10 ഗോൾ അടിച്ച് ഒരു നോക്കൗട്ട് സ്റ്റേജൊക്കെ ഇംപ്രസീവ് പെർഫോമൻസ് എടുത്ത നെയ്മർ. പിന്നെ റൂണിന്റെ 2009-10 സീസണാണ്. അന്ന് റൂണിന്റെ ഒരു 5 ഗോളാണ് സ്കോർ ചെയ്തിട്ടുള്ളത് ഏറ്റവും ടോപ്പായിട്ട്. പിന്നെ ബ്രസീലിന് വേണ്ടി നെയ്മർ എന്താ ചെയ്തു അന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നെയ്മറിന് ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ ഉണ്ട് 2016. അതുപോലെ തന്നെ ഒളിമ്പിക്സിൽ സിൽവർ മെഡൽ ഉണ്ട് 2012. പിന്നെ ഫിഫ കോൺഫെഡറേഷൻ കപ്പ് ചാമ്പ്യന്മാരാണ് നെയ്മർ 2013. അതുപോലെ തന്നെ കോപ്പ അമേരിക്ക 2021 റണ്ണറപ്പുമാണ് നെയ്മർ. ഇനി നമ്മൾ ഇത് വെയിൻ റൂണി നോക്കിക്കഴിഞ്ഞാൽ ഒരു മേജർ ആയിട്ടുള്ള നാഷൻസിന് വേണ്ടിയിട്ടുള്ളൊരു കളിയിലും ഒരു ടൂർണമെന്റിലും വിന്നറോ റണ്ണറോ തേർഡ് പ്ലേസോ നേടാൻ വെയിൻ റൂണിക്ക് സാധിച്ചിട്ടില്ല എന്നതാണ്. ഇനി വേൾഡ് കപ്പിൽ ഇവർ തമ്മിലുള്ള കമ്പാരിസൺ നമ്മൾ എടുത്ത് നോക്കിയെങ്കിൽ അവിടെ നെയ്മർ 3 വേൾഡ് കപ്പാണ് കളിച്ചിട്ടുള്ളത്, റൂണി 3 വേൾഡ് കപ്പാണ് കളിച്ചിട്ടുള്ളത്. നെയ്മർ 13 മത്സരം കളിച്ചിട്ടുണ്ട്, റൂണി 11 മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. നെയ്മർ 8 ഗോളാണ്, റൂണി 1 ഗോളാണ്. നെയ്മർ 3 അസിസ്റ്റ് ആണ്, റൂണി 3 അസിസ്റ്റ് ആണ്. അപ്പോൾ ഗോൾ കോൺട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ നെയ്മർ 11 റൂണി 4 ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏത് ഇത് നോക്കുകയാണെങ്കിലും നെയ്മർ ആണ് ബെറ്റർ. നെയ്മർ വേഴ്സസ് റൂണി നോക്കുകയെങ്കിൽ ഗോള്, അസിസ്റ്റ്, UCL കാര്യം, വേൾഡ് കപ്പിന്റെ കാര്യം, ടോട്ടൽ ട്രോഫീസ്, ഇനിയിപ്പോൾ UCL പീക്ക് പെർഫോമൻസ്, വേൾഡ് കപ്പിലെ പീക്ക് പെർഫോമൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാലും നെയ്മർ ജൂനിയർ തന്നെയാണ് ഏറ്റവും ബെറ്ററായി നിൽക്കുന്ന പ്ലെയർ. ഓക്കെ, അപ്പോൾ വെയിൻ റൂണി ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ വെയിൻ റൂണിയുടെ മനസ്സിൽ വെയിൻ റൂണിയുടെ ടോപ്പ് പ്ലെയർ ആണ്. പക്ഷെ ഇത്തരത്തിലുള്ള എത്ര അച്ചീവ്മെന്റ് നേടിയ നെയ്മർ ഒരു ടോപ്പ് പ്ലെയർ അല്ല. പിന്നെ ഇതിനോടൊപ്പം എടുത്തു പറയേണ്ട സംഭവം, ഇത്രയും നെയ്മർ സ്വന്തമാക്കുമ്പോൾ നെയ്മർ ഒരു 2018 മുതൽ കരിയർ ഉടനീളം പരിക്ക് വെച്ച് കളിക്കുന്ന പ്ലെയർ ആണ്. ഇപ്പൊ 2018 മുതൽ 2026 വരെ എടുത്തു നോക്കിയാൽ ഏകദേശം 8 വർഷമായില്ലേ. അപ്പൊ ഇത്രയും വർഷം പരിക്ക് നെയ്മറിനെ വിടാതെ പിന്തുടരുന്നുണ്ട്. അതിൽ പല വർഷങ്ങളും എത്രത്തോളം മാച്ച് കളിച്ചത് നമുക്കറിയാം. അൽ ഹിലാൽ പോയിട്ട് എത്ര മാച്ചാണ് കളിച്ചത്, സാന്റോസിൽ ഇപ്പോൾ വന്നിട്ട് എത്ര മാച്ചാണ് കളിച്ചത്, PSG എത്തിയിട്ട് നെയ്മറിന് എത്ര വട്ടം പരിക്ക് പറ്റിയിട്ട് UCL നോക്കൗട്ട് ഗെയിംസ് മിസ്സായിട്ടുണ്ട്, ലീഗ് ഗെയിംസ് മിസ്സായിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും നെയ്മർ ഒരു സീസണിന്റെ പൗതിക്കുള്ള കളിച്ച ലീഗിലൊക്കെ ബാക്കി നെയ്മറിന് പരിക്കായിട്ട് മിസ്സാവുന്ന അവസ്ഥ പല രീതിയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നിട്ടും ഇത്തരത്തിലുള്ള ഒരു ഔട്ട്പുട്ട് ചങ്ങായിക്ക് പുറത്തെടുക്കാൻ കഴിയുന്നു എന്നുണ്ടെങ്കിൽ നെയ്മർ ഒരു ടോപ്പ് പ്ലെയർ അല്ല എന്ന് പറയുന്നതിൽ എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഏതായാലും ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫുട്ബോൾ കാര്യങ്ങൾ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ വീഡിയോക്കൊക്കെ ലൈക്ക് അടിക്കുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.